ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. മകളെ, പ്ലസ് വൺ വിദ്യാർത്ഥികളോടാണ് രണ്ട് പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, പ്ലസ് വൺ റിസൾട്ടും. രണ്ട്, നിങ്ങളുടെ നിങ്ങളുടേന്ന് ഞാൻ പറയുമ്പോൾ ഇപ്പോൾ പ്ലസ് വൺ പരീക്ഷ എഴുതി കഴിഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥികളുടെയാണ്. പ്ലസ് ടു ആർക്ക് ഇപ്പോഴത്തെ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് റിസൾട്ട് മെയ് 7 വരുമെന്ന അപ്ഡേറ്റുകളുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ റിസൾട്ട് എപ്പോൾ വരും എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു. മെയ് വരാൻ സാധ്യത നിലവിൽ വളരെ കുറവാണ്. സാധാരണ ജൂൺ ആദ്യ വീക്കിലൊക്കെ ഇത്തവണ പ്രതീക്ഷിക്കാം. ഇതിന് രണ്ട് പ്രധാനപ്പെട്ട കാരണം, ഒന്ന് ഇലക്ഷന്റെ കാര്യങ്ങളാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം. ആ വാല്യൂഷൻ പ്രൊസീജിയറിൽ ഏറ്റവും ആദ്യം പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ്, അത് കഴിഞ്ഞ് പ്ലസ് ടു, അതും കഴിഞ്ഞാണ് സാധാരണ പ്ലസ് വൺ പബ്ലിക് എക്സാമിന്റെ പേപ്പർ. അപ്പോൾ ഇതിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പോൾ എന്നെ തന്നെ ഒരുപാട് ഈ പാരൻസ് വിളിച്ചിട്ട് അവരുടെ ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും എന്താണ് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ സാധാരണ ഞാൻ പറയട്ടെ, NSS, NCC അതുപോലെയുള്ള മറ്റ് സംഘടനകളൊക്കെ സാധാരണ ഗ്രേസ് മാർക്ക് കൊടുക്കുന്നത് പ്ലസ് ടുവിലാണ്. ഇപ്പോൾ പ്ലസ് വണ്ണിലും ഗ്രേസ് മാർക്കിന് അർഹതയുള്ള ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. ഇപ്പോൾ കലോത്സവം ആയിക്കോട്ടെ, മറ്റ് സ്പോർട്സ്. അപ്പോൾ ചില വിദ്യാർത്ഥികളൊക്കെ അത് ഈ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടും അതിന് ആക്സെപ്റ്റൻസ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയുണ്ടായി. ഇപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും DHSCയിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് അത് അറിയിക്കാം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതും കൂടി ടാബുലേഷൻ സമയത്ത് ഗ്രേസ് മാർക്ക് ഉൾപ്പെടെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ പ്ലസ് വണ്ണിന്റെ ഫൈനൽ റിസൾട്ട് വരുന്നത്. ഫൈനൽ റിസൾട്ട് മാർക്ക് ലിസ്റ്റ്. ഓക്കെ, ആ മാർക്ക് ലിസ്റ്റിൽ പ്രാക്ടിക്കൽ ഉണ്ടാവില്ല, ആരും തോക്കില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള അവസരമുണ്ട്. അല്ലെങ്കിൽ പ്ലസ് ടുവിൽ അതേ വിഷയത്തിൽ നന്നായിട്ട് എഴുതിക്കൊണ്ട് ടോട്ടൽ മാർക്ക് വരുമ്പോൾ, കോംപ്രഹെൻസീവ് 1200 മാർക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പാസ് മാർക്ക്, ഡബിൾ പാസ് ഒക്കെ ഒപ്പിക്കാനുള്ള അവസരമുണ്ട്. ഇനി റിസൾട്ട് എന്തായാലും ജൂൺ ആദ്യ വാരമോ രണ്ടാമത്തെ വാരമോ നമുക്ക് പ്രതീക്ഷിക്കാം, നിലവിലെ അപ്ഡേറ്റുകൾ അനുസരിച്ച്. അതും ഈ പറഞ്ഞ പോലെ വിദ്യാഭ്യാസ മന്ത്രി വന്ന് പ്രഖ്യാപിക്കുന്ന ഒരു രീതി ആയിരിക്കില്ല, മറിച്ച് സാധാരണ ഒരു റിസൾട്ട് അനൗൺസ്മെന്റ് ത്രൂ DHSC വെബ്സൈറ്റ് ആവാനാണ് നിലവിൽ ഏറ്റവും വലിയൊരു സാധ്യതയും. ഇനി പ്ലസ് വൺ ഇംപ്രൂവ്മെന്റിനെ കുറിച്ച് ഇനി വരുന്ന സർക്കാർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭരണമാറ്റോ അല്ലെങ്കിൽ പുതിയ സർക്കാർ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ മാറുമ്പോൾ, മന്ത്രിയൊക്കെ മാറുമ്പോൾ രണ്ടാമതൊരു പുനരാലോചന ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നവരോടാണ് നിലവിൽ സാധ്യത വളരെ കുറവ് തന്നെ പറയാം. കാരണം കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് വിജയകരമായി വിദ്യാർത്ഥികൾക്ക് സ്ട്രെസ് ഉണ്ടെങ്കിലും പരീക്ഷാ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ഈ പ്ലസ് ടുവിനോടൊപ്പം തന്നെയാണ് പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് നടത്തുന്നത്. അതിനൊരു മാറ്റം വരണമെങ്കിൽ എന്തെങ്കിലും പ്രധാനമായിട്ട് അത് ചൂണ്ടിക്കാണിച്ച് വിദ്യാർത്ഥികൾ മുന്നോട്ട് വരേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്കും എന്തായിരിക്കും അടുത്ത പ്ലസ് ടുവിന്റെ കൂടെ ആയിരിക്കാം പ്ലസ് വണ്ണിന്റെ ഇംപ്രൂവ്മെന്റ് നടക്കാൻ നിലവിൽ സാധ്യത എന്നുകൂടി മനസ്സിലാക്കാം. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. തൽക്കാലം നിർത്തുന്നു.